ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി നൽകുകയാണ്. അവസാനമായി അവരെ കാണാൻ തടിച്ചുകൂടിയിരിക്കുകയാണ് ഒരു നാടൊന്നാകെ. ആ ചെറിയ ഗ്രാമത്തിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള സങ്കട കാഴ്ചകളാണത്. അങ്ങേയറ്റം വൈകാരികമായിട്ട് നിമിഷങ്ങൾ അമ്പലപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്ത് നടക്കുന്നു. പ്രിയപ്പെട്ട 6 അധ്യാപകരെയാണ് പാങ്ങിലെ ഗവൺമെൻറ് LP സ്കൂളിന് നഷ്ടമായത്. ആ സ്കൂളിലെ 6 അധ്യാപകർ, അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 9 പേർ. അതിൽ LP സ്കൂളിലെ സ്കൂൾ ബസ്സിലെ ഡ്രൈവർ, ആ സ്കൂൾ ബസ്സിലെ പാചകത്തൊഴിലാളിയും ഉൾപ്പെടുന്നു 9 പേരിൽ. ആ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ആ നാടൊന്നാകെ ചേർന്നിപ്പോൾ ഇതാ യാത്രാമൊഴി നൽകുന്നു. വളരെ നടുക്കത്തോടുകൂടി ആ നാട് ആ വാർത്ത ഇന്നലെ കേട്ടു. പിന്നീട് അറിഞ്ഞത് വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത് എന്നുള്ളത് നടുക്കത്തോടും ഞെട്ടലോടും കൂടിയാണ് അത് ഉൾക്കൊണ്ടത്. ഇപ്പോഴും അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പലരുടെയും പ്രതികരണങ്ങൾ വ്യക്തമാക്കുക. സത്യമാകരുതേ ഈ വാർത്ത എന്ന് ആദ്യം പ്രാർത്ഥിച്ചവർ ആ സങ്കട കാഴ്ചയിലേക്ക് എത്തി നിൽക്കുന്നു. പലരും തളർന്നുപോയി. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം 9 പേരുടെയും മരണം സംഭവിച്ചു എന്നുള്ള ആ വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളിലൂടെ അപകടത്തിൻ്റെ വാർത്ത ആദ്യം അറിഞ്ഞ് പിന്നീട് ഇത്ര വലിയൊരു അപകടമാണ് സംഭവിച്ചത് എന്നുള്ള ബോധ്യം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു. ഇന്നിപ്പോഴിതാ ആ നാടൊന്നാകെ ആ സ്കൂളിൻ്റെ പരിസരത്ത് തടിച്ചുകൂടി നിൽക്കുകയാണ്. ആ നാട്ടുകാർ മാത്രമല്ല, പല ദിക്കുകളിൽ നിന്നായി കേട്ടവർ മലപ്പുറത്തിൻ്റെ പല ഭാഗത്തു നിന്നവർ ആ അപകടത്തിൻ്റെ, ആ ദുരന്തത്തിൻ്റെ വാർത്തയറിഞ്ഞ് താഴ്ത്തി നിൽക്കുന്നു. പാങ്ങിലെ അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്ത് കണ്ണീർ തുടച്ച് വിങ്ങി പൊട്ടിക്കൊണ്ടാണ് പലരും അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ മുന്നിൽ അവസാനമായി നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സന്തോഷത്തോടെ മടങ്ങിയെത്തുമെന്നുള്ളൊരു യാത്ര വളരെ അവിചാരിതമായി ഒരു വലിയ ദുരന്തമായ ആ നാടിന് ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത മുറിവായി മാറുന്ന മട്ടിൽ വാൽപ്പാറയിൽ 9 പേർക്കാണ് ജീവൻ നഷ്ടമായത്. CV അനുമോദുണ്ട് പാങ്ങിലെ ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്ത് ആ പൊതുദർശനം നടക്കുന്ന വേദിയിൽ. അനുമോദ്, വിവരിക്കുക പ്രയാസകരമാണ് എങ്കിൽ പോലും അവിടുത്തെ കാഴ്ച. ഇതോ ഒരു കണ്ണീർ പുഴയായി മാറുകയാണ്. ഈ അമ്പലപ്പറമ്പിലെത്തിയ ജനക്കൂട്ടം തേങ്ങലടക്കി, വിങ്ങലടക്കി, കണ്ണ് നിറഞ്ഞ് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ, അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരുടെ പ്രിയപ്പെട്ടവരെ യാത്രയാക്കുകയാണ്. എത്രമാത്രം വേദനാജനകമാണ് ഈ സാഹചര്യമെന്ന് വാക്കുകൾ കൊണ്ട് പറയാനാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാഹനത്തിൽ പോയി 9 വാഹനത്തിൽ മടങ്ങിയെത്തിയ ആ ദുരന്തം അത് ഈ നാടിന്റെ നെഞ്ചു പിളർത്തുന്നതാണ്. അത്രമാത്രം വേദനയിലാണ് ഈ നാട് അവർക്ക് പിടിക്കുന്നത്. കാരണം ഇതുപോലൊരു ദുരന്തം ഈ നാടിന് മുമ്പ് അനുഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരായിരുന്നു അവരെല്ലാം തന്നെ. ആ സ്കൂളും ഈ നാടിന്റെ പലരുടെയും ആദ്യാക്ഷരം കളരിയാണ്. ആ സ്കൂളിലെ അധ്യാപകർ, അതുകൊണ്ട് അവർക്ക് അവരുടെ അധ്യാപകരായിരുന്നു, അവരുടെ കുട്ടികളുടെ അധ്യാപകരായിരുന്നു, അവരുടെ പ്രിയപ്പെട്ടവർ. ഇന്നിപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണ്ട് വിട പറയുമ്പോൾ ആരുടെ ഉള്ളുലഞ്ഞു പോകുന്ന കാഴ്ച. ഒരുപാട് പേരാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ആ സ്കൂൾ മുറ്റത്ത് ഒരു പക്ഷേ ഇന്നോളം ഇത്രയധികം ജനക്കൂട്ടത്തെ ആ സ്കൂൾ മുറ്റം ഏറ്റുവാങ്ങിയിട്ടുണ്ടാകില്ല. ഇത്രയധികം ആളുകളെ ആ സ്കൂൾ മുറ്റത്ത് കണ്ടിട്ടുണ്ടാകില്ല. പക്ഷേ അതിദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവരെല്ലാവരും അവിടെ എത്തിയത് എന്നുള്ളതാണ്. അവരുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉറ്റവർ, അങ്ങനെ പല രീതിയിലുള്ള ആത്മബന്ധമുള്ളവർ ആ പ്രത്യേകം തയ്യാറാക്കിയ ആ വേദിയിൽ, ആ വേലിക്ക് പുറത്തു നിന്ന് അവരെ ഒരു നോക്ക് കണ്ടു മടങ്ങുകയാണ്. വോളണ്ടിയേഴ്സ് ഉണ്ട് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ,
സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്. എല്ലാവരും ചേർന്ന് ആ നാടിനെ ഒന്നാകെ ആ സങ്കട കണ്ണീരിൽ പരമാവധി ചേർത്ത് പിടിച്ച് നിർത്തുകയാണ്. പാങ്ങെന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ്. ആ കുഞ്ഞു ഗ്രാമത്തിൽ അത്രയും സ്നേഹത്തോടും സന്തോഷത്തോടും കഴിഞ്ഞിരുന്ന ഒരു ജനക്കൂട്ടം, ആ ജനങ്ങളുടെ പ്രിയപ്പെട്ട 9 പേരാണ് ഇപ്പോൾ ഒരു വിനോദയാത്രയ്ക്കിടെയുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായി മടങ്ങുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ തകർന്നു പോയിരുന്നു ആ വാർത്ത ഇന്നലെ കേട്ടത് മുതൽ. ആ പാങ്ങിലെ പലരും ആ സ്കൂൾ മുറ്റത്ത് വലിയ ജനക്കൂട്ടമാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ അമ്പലപ്പറമ്പ് ഗവൺമെൻറ് സ്കൂളിലേക്ക് എത്തിയത്. ഇന്നലെ ഈ വാർത്ത വന്നത് മുതൽ, അങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നറിഞ്ഞത് മുതൽ ആ വാർത്ത സ്ഥിരീകരിക്കാനായി സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ നേരിട്ടും ഫോണിലുമൊക്കെയായി ഒരുപാട് പേർ തിരക്കി. പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ആ അപകട വിവരം, അപകട വാർത്ത. പിന്നാലെയാണ് മരണത്തിൻ്റെ നിരക്ക് ഉയരുന്നതും ഏറ്റവും ഒടുവിൽ 9 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള ആ ദുഃഖകരമായിട്ടുള്ള സത്യം അവർ ഉൾക്കൊള്ളുന്നത്. ആ മറച്ചിരിക്കുന്ന മുഖത്തിന് പിന്നിലേക്ക് വിങ്ങിപ്പൊട്ടുന്ന കണ്ണുനീരൊക്കെ ഒരു സ്കൂളിലെ അധ്യാപകർ, അവരുടെ സഹപ്രവർത്തകർ മാത്രമായിരുന്നില്ല, അവർക്ക് പ്രിയപ്പെട്ട ഉറ്റവരായിട്ടുള്ള പലരും ആ സംഘത്തിലുണ്ട്. ആ നാട്ടിലെ പ്രിയപ്പെട്ട അയൽക്കാരാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും വിങ്ങിപ്പൊട്ടിയ കണ്ണുകൾ മാത്രമാണ്, കലങ്ങിയ കണ്ണുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതിൽ കുരുന്നുകളുണ്ട്. കുട്ടികൾ അവരുടെ അധ്യാപകർക്ക് അവസാനമായി വന്ന് സല്യൂട്ടൊക്കെ നൽകി മടങ്ങുന്ന വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് പാങ്ങിൽ കാണുന്നത്. വെള്ളിയാഴ്ച രാവിലെ പുറപ്പെട്ടു. പക്ഷേ വൈകിട്ടോടുകൂടി അതൊരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങളായി. ദുഃഖമടക്കാൻ കഴിയാതെ അവർ കാത്തുനിന്ന് തിടുക്കം കൂട്ടാതെ ഓരോരുത്തരെയും കണ്ട് ആ സ്കൂൾ മുറ്റത്ത് തന്നെ തങ്ങി നിൽക്കുകയാണ്. പരിക്കേറ്റവർക്ക് എത്രയും വേഗം തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ചികിത്സയിലുള്ളവരുടെ ഗുരുതരാവസ്ഥയെല്ലാം മാറി തിരികെ പാങ്ങിലേക്ക് വരുന്ന ഒരു ദിവസത്തിനായി അവർ കാത്തിരിക്കുന്നു. നഷ്ടം അതൊന്നും നികത്താനാവാത്തത് തന്നെയാണ്. അവരുടെ സ്കൂളിലെ 6 അധ്യാപകരാണ്, LP സ്കൂളിലെ 6 അധ്യാപകരാണ് ജീവൻ നഷ്ടമായി ഇപ്പോൾ ആ സ്കൂൾ മുറ്റത്ത്, ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്ത് നിശ്ചലരായി കിടക്കുന്നത്. മലപ്പുറം കുറുവ പാങ്ങിൽ നിന്നും വിനോദസഞ്ചാരത്തിന് പോയ ഒരു ടെമ്പോ ട്രാവലർ ഇത് പൊള്ളാച്ചി വാൽപ്പാറ ചുരത്തിലാണ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പറഞ്ഞ എത്ര വലിയൊരു അപകടം സംഭവിക്കുന്നത്. വാൽപ്പാറയും സന്ദർശിച്ച് പൊള്ളാച്ചി വഴി മടങ്ങും വഴിയാണ് ആ ദുരന്തം അവരെ തേടിയെത്തിയത്. വൈകിട്ട് ഏതാണ്ട് 5:30 മണിയോടുകൂടിയാണ് ചുരത്തിലെ 13ാം എയർപിൻ വളവിൽ കേരളത്തെ നടുക്കിയ ഈ ദുരന്തം, അതിൽ 9 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒരാൾ മാത്രമാണ് ആശുപത്രിയിൽ എത്തിയ ശേഷം മരണം സംഭവിക്കുന്നത്. ബാക്കി 8 പേർക്കും ആ 13ാം വളവിൽ നിന്നുള്ള വലിയ വീഴ്ചയിൽ ജീവൻ നഷ്ടമായിരുന്നു. ആ സ്കൂളിലെ പ്രധാനാധ്യാപിക പി അജിത, 55 വയസ്സാണ്. അധ്യാപകരായിട്ടുള്ള റംല, സുഹറ, ആശ, സാജിദ. UP സ്കൂളിലെ അധ്യാപിക ഷക്കീല, സുഹറയുടെ മകൻ ഷിഹാം എന്നിവരാണ് മരിച്ചത്. 4 പേർ പരിക്കേറ്റ നിലയിൽ ആദ്യം പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി 3 പേരെ കോയമ്പത്തൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരിച്ച ഷക്കീലയുടെ മകൾ മസ്നീന മാത്രമാണ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവളെ ഇതുവരെയും കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. അവളെ ഇതുവരെ അവളുടെ ഉമ്മ ഈ ലോകത്തു നിന്നും പോയ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതൊന്നും അറിയാതെ അവൾ ആ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ കിടക്കുന്നു. കിലോമീറ്ററിനപ്പുറത്ത് ആ പാങ്ങിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്ത് ഒരു നാടൊന്നാകെ ആ മസ്നീൻ്റെ ഉമ്മയെ ഉൾപ്പെടെ കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.
ആ സ്കൂൾ ബസ്സിലെ ടെമ്പോ ട്രാവലറിൻ്റെ ഡ്രൈവർ മുഹമ്മദ് ഫൈസ്, ആ സ്കൂൾ ബസ് ഡ്രൈവർ നൗഷാദ്, പാചക തൊഴിലാളിയായിട്ടുള്ള സാജിദയുടെ മകൻ ഷഹദീൻ, ഇവരാണ് ഇപ്പോൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ അവിടെ ചികിത്സയിലുള്ളത്. അതിൽ 3 പേരുടെയും നില അത് ഗുരുതരമാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 48 മണിക്കൂറിൻ്റെ നിരീക്ഷണം വേണം. ആ നിരീക്ഷണത്തിന് ശേഷം കൂടുതൽ വ്യക്തമാക്കാൻ കഴിയുമെന്ന് അവർ വ്യക്തമാക്കിയെന്നാണ് അവിടെയുള്ള ഉറ്റവർ ബന്ധുക്കൾ അറിയിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ 3 കുട്ടികളെ ഇവിടുന്ന് കാണാതായിട്ടുണ്ട്. വാൽപ്പാറ ചുരത്തിൽ ആളിയാറിനും അട്ടക്കെട്ടിക്കും ഇടയിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞ് മലപ്പുറം സ്വദേശികളായ അധ്യാപകർ ആണ് മരണപ്പെട്ടത്. അവർക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ് നാട് ഒന്നടങ്കം. പ്രിയപ്പെട്ട കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, നാട്ടുകാർ, ബന്ധുക്കൾ, അങ്ങനെ ആബാലവൃദ്ധം ജനങ്ങൾ ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കുന്നതിനു വേണ്ടി എത്തിയിരിക്കുന്നു. സൂചിപ്പിക്കുന്ന പോലെ തന്നെ കണ്ണീരിൽ കുതിർന്ന യാത്രയേപ്പാണ്. വലിയ പ്രതീക്ഷകളോടെ, വലിയ സന്തോഷത്തോടെ ആണ് അവർ ആ യാത്ര ആരംഭിച്ചത്. പക്ഷേ ഇത്തരത്തിൽ ഒരു കണ്ണീർ മടക്കം അവർ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അധ്യാപകർ ആയിട്ടുള്ളവർ, അനധ്യാപകർ ആയിട്ടുള്ളവർ, ആ സൗഹൃദ കൂട്ടായ്മയായിരുന്നു ഇങ്ങനെയൊരു വിനോദസഞ്ചാരത്തിന് പുറപ്പെട്ടത്. ആ യാത്രയാണ് പാതിയിൽ അവസാനിപ്പിച്ച് ഇപ്പോൾ മടങ്ങുന്നത്. പ്രധാന അധ്യാപിക പി അജിത, 54 വയസ്സ്. അധ്യാപകരായ കരുമത്തൊടി മജീദ്, 43 വയസ്സ്. ഭാര്യ കളത്തിൽത്തൊടി റുഖിയ, 39 വയസ്സ്. വരുമ്പറമ്പിൽ റംല, 52 വയസ്സ്. കൊളത്തൂർ സ്വദേശി ആശ, 41 വയസ്സ്. ആലുങ്ങൽ സ്വദേശി സുഹറ, 43 വയസ്സ്. സുഹറയുടെ മകൻ ഹിഷാൻ, 12 വയസ്സ് മാത്രമാണ് പ്രായം. പാങ് GUP സ്കൂളിലെ അധ്യാപിക വിളഞ്ഞിപ്പുലാൻ സൈദലവിയുടെ മകൾ ഷക്കീല, 37 വയസ്സ്. പാചക തൊഴിലാളിയായ പാങ് സ്വദേശി സാജിദ എന്നിവർ ആണ് മരിച്ചത്. ഏറ്റവും ദുഃഖകരമാകുന്നത് കാഴ്ച പരിമിതിയുള്ള മജീദിനെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഭാര്യ മരണപ്പെട്ട റുഖിയ ഈ സംഘത്തിൻ്റെ ഭാഗമായത് എന്നതാണ്. വാഹനം നിയന്ത്രണം വിട്ട അപകടത്തിൽപ്പെടുകയായിരുന്നു. അതിരപ്പള്ളി സന്ദർശിച്ച ശേഷം മലക്കപ്പാറ വഴി വാൽപ്പാറയിൽ എത്തി മടങ്ങുമ്പോൾ ആയിരുന്നു നിയന്ത്രണം വിട്ട വണ്ടി അപകടത്തിൽപ്പെടുകയും അങ്ങനെ ഏറെ താഴ്ചയിലേക്ക് നിയന്ത്രണം വിട്ട് മറിയുകയും ചെയ്തത്. അതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളടക്കം യാത്രികരിൽ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റും പുറത്തുവിട്ടിരുന്നു. സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്കും മറ്റുമൊക്കെ അയച്ചു നൽകിയിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ഏറെ വിലാപത്തോടുകൂടി, സങ്കടത്തോടുകൂടി ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നതാണ് ഏറ്റവും സങ്കടകരം. തൊട്ടു പിന്നാലെ കടന്നുപോയ വാഹനം ആണ് ഇങ്ങനെയൊരു ട്രാവലർ അപകടത്തിൽപ്പെട്ടു എന്ന വിവരം പോലീസിനെ അറിയിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഉടനടി ആരംഭിച്ചു എങ്കിൽ പോലും വലിയ താഴ്ചയിലേക്ക് ആയിരുന്നു ഈ വാഹനം മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അപകട സമയത്ത് തന്നെ പലരുടെയും ജീവൻ പൊലിഞ്ഞിരുന്നു എന്നതാണ്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ് 8 പേർക്ക് മരണം സംഭവിച്ചത് എന്നതാണ് ഇപ്പോഴും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അപകടത്തിൻ്റെ കൃത്യമായ കാരണങ്ങൾ എന്ത് എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഒരു നാടിനെ ഒന്നാകെ വേദനയിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ 9 പേർ മടങ്ങുന്നത് എന്നതാണ്. കേരളവും തമിഴ്നാടും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം ആയിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സംഘം അവിടെ എത്തുകയും ചെയ്തിരുന്നു. ഈ വിനോദയാത്രാ സംഘം അപകടത്തിൽപ്പെട്ടപ്പോൾ ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്തിയത് തന്നെ ആ വഴി കടന്നുപോയ മറ്റ് സഞ്ചാരികൾ ആയിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് കാദംബര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തി. പിന്നാലെയായിരുന്നു വാൽപ്പാറ പോലീസും അഗ്നിശമന സേനയും അവിടെ എത്തിയത്.
തമിഴ്നാട് വനം വകുപ്പും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ പരിക്കേറ്റവരെ ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കേരളത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ അടക്കം വളരെ പെട്ടെന്ന് പുറപ്പെട്ട് അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ വളരെ വേഗത്തിൽ ആക്കിയാണ് മൃതദേഹം ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ മരണപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. പൊതുദർശനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ബന്ധുക്കളുടെയും മതപുരോഹിതരുടെയും ഒക്കെ ആവശ്യം. പക്ഷേ ഇപ്പോഴും അണയാത്ത ജനപ്രവാഹം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു പക്ഷേ ഈ അവധിക്കാലത്തിന് തൊട്ടു മുമ്പ് വരെ ചേർത്ത് പിടിച്ചിരുന്ന അധ്യാപകർ ആണ്, ആ കുട്ടികൾ ആണ് ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കുന്നത്. അവർക്ക് പ്രിയപ്പെട്ട അധ്യാപകരായിരുന്നു ഓരോരുത്തരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാന അധ്യാപികയായ അജിത സ്കൂളിലേക്ക് എത്തിയത് തന്നെ 2 വർഷം മുമ്പാണ് എന്നതാണ് വിവരം. പുലാമന്തോൾ GHSSലായിരുന്നു 12 വർഷക്കാലം ഈ അധ്യാപിക ജോലി ചെയ്തിരുന്നത്. സ്ഥാനക്കയറ്റം നേടിയതിനെ തുടർന്ന്, പ്രധാന അധ്യാപികയായി സ്ഥാനക്കയറ്റം ലഭിച്ചതിനെ തുടർന്നാണ് അജിത ഈ പാങ്ങിലേക്ക് എത്തിയത് എന്നതാണ് വിവരം. ഇങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ട അധ്യാപകർ ആണ്. അനധ്യാപകർ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട് അവർ യാത്ര പറയുമ്പോൾ ആ നാടിനത് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നതാണ് വിവരം. പാചകത്തൊഴിലാളി ഉൾപ്പെടെയുള്ളവർ ആണ് മരണപ്പെട്ടത്. വാൽപ്പാറ അപകടത്തിൽ മരണപ്പെട്ടവർ അതിന് തൊട്ടു മുമ്പ് പങ്കുവച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. അതുതന്നെ ആ കൂട്ടായ്മയുടെ സൗഹൃദത്തിൻ്റെ ആഴം എത്രത്തോളം എന്ന് വ്യക്തമാകുന്നതായിരുന്നു. എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടു കൂടി ഒരുമിച്ച് നിന്നെടുത്ത ആ ചിത്രം അത് അവസാനത്തെ ചിത്രമായി മാറി എന്നതാണ് ഏറെ ദുഃഖകരം. ഒപ്പം വാഹനത്തിൽ നിന്നടക്കം, അതായത് ഏറെ സന്തോഷത്തോടെ അവർ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോഴും ഏറെ വികാര വായ്പോടുകൂടിയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.